വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അമൃത സുരേന്ദ്രനാണ്. അമൃത എവിടെ നിന്നാണ് വരുന്നത്? എന്റെ വീട് പത്തനംതിട്ടയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് നേരത്തെ ബിടെക് കഴിഞ്ഞിട്ട് ഒരു 2 ഇയർ PhD ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം മാരേജ് കഴിഞ്ഞതിന് ശേഷം വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോഴാണ് അവോധയെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ അവോധയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്തു. 3 month ആയിരുന്നു പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേങ്കിൽ കുറച്ച് ഗ്യാപ്പ് വന്ന് ഒരു 6 monthോളം എടുത്തു ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ജാപ്പ് അറ്റൻഡ് ചെയ്തു. ജാപ്പിലൂടെ ഇപ്പൊ മാപ്പിട എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് നടക്കുകയാണ്. അവോധനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? അവോധയെ കുറിച്ച് ഞാൻ കരിയർ ബ്രേക്ക് ആയതിനു ശേഷം ഇനി എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോ ഒരു ഫ്രണ്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ഇതുപോലെ അവോധയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല സ്കോപ്പുള്ള ഫീൽഡാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവോധയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത്. ഇതിനു മുന്നേ എന്താണ് ചെയ്തിരുന്നത്? അവോധയിൽ ഈ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യണേ മുന്നേ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ ബിടെക് IT ആയിരുന്നു. അതിനുശേഷം PhD ഡെവലപ്പറായിട്ട് ഒരു 2 ഇയർ വർക്ക് ചെയ്തു. പിന്നെ മാരേജ് കഴിഞ്ഞ് പത്തനംതിട്ടയിലോട്ട് വന്നതിന് ശേഷം പിന്നെ എനിക്ക് ജോബിനൊന്നും പോകാൻ സാധിച്ചിരുന്നില്ല. ഇവിടെ IT കമ്പനീസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ ഞാൻ മാറി നിൽക്കണം. അപ്പൊ അങ്ങനെ സാഹചര്യം വശായോണ്ട് പോയില്ല. അവോധയിൽ ഈ 2500 കോഴ്സ് എന്ന് പറഞ്ഞപ്പോ ആദ്യം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു അഭിപ്രായം? 2800 രൂപയ്ക്ക് കോഴ്സ് പഠിപ്പിക്കുമോ അതോ തട്ടിപ്പാണോ എന്നൊക്കെ ആദ്യം ആലോചിച്ചു. പിന്നെ ഈ അവോധയില് കോഴ്സ് ജോയിൻ ചെയ്ത ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. അവളുടെ അനിയൻ ഇതുപോലെ അവോധയിൽ പഠിച്ചത്. അപ്പോ അങ്ങനെ ഞാൻ തിരക്കിയപ്പോ കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ ജോയിൻ ചെയ്യാനായിട്ട് വന്നത്. ആ സമയത്ത് ആ കുട്ടി പഠിച്ചിട്ട് ഇന്റേൺഷിപ്പ് നടക്കുമായിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണോ വർക്കാണോ? ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണ്. ഇന്റേൺഷിപ്പ് ഒരു മാസം ആയില്ല. ഇപ്പൊ ഒരു 3 വീക്ക് സ്റ്റാർട്ട് ചെയ്തു. 3rd വീക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അത് അൺപെയ്ഡ് ആണോ പെയ്ഡ് ആയിട്ടാണോ? അൺപെയ്ഡ് ആണ്. ആണല്ലേ. ലൈവ് സെക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? എന്താണ്? ഡൗട്ട് ക്ലിയർ സെക്ഷന്റെ ലൈവ് സെക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? ഇല്ല, അത് ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലല്ലേ. ഓക്കെ. ഈ ജാപ്പ് മുഖേനയാണല്ലോ ഇന്റേൺഷിപ്പിന് കയറിയത്. അപ്പൊ ജാപ്പിൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജാപ്പ് എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായിരിക്കും എന്നൊക്കെ. പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോ കുഴപ്പമില്ല. നമ്മൾ പഠിക്കുന്ന അതൊക്കെ തന്നെയാ ചോദിക്കുന്നത്. ഇപ്പൊ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഓക്കെയാണോ? അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തു. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ലൊരു ഫീൽഡാണ്. ഞാൻ പഠിച്ചത് ജോലി ചെയ്തിരുന്നത് പ്രോഗ്രാമിംഗ് ആയിരുന്നു. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല സ്കോപ്പുള്ള നല്ലൊരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പിന്നെ ഒന്ന് കോഡിങ്ങിന്റെ അത്രയും നമുക്ക് ഒരു പ്രഷർ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നല്ല അവസരങ്ങൾ കിട്ടണം, നല്ല കമ്പനി. അതെ. അപ്പൊ ഇത്രയും നേരം അമ്മ ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ്. താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ് വിത്ത് അവോധ.